നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് നമ്മുടെ ITI ലെവൽ എക്സാംസിന്റെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അതിന്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാകും, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂളുകൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ആ സിലബസിനകത്ത് ശരിക്കും ആക്ച്വലി ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ ആ 2 മൊഡ്യൂള്, ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 മൊഡ്യൂളും കൂടെ ഓൾമോസ്റ്റ് കമ്പൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം നമുക്ക് അറിയാം ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ കുറച്ച് PSCയുടെ എക്സാംസ് ആയിട്ട് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാക്ട് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് അനുസരിച്ച് തന്നെയാണ്. ഒരു മൊഡ്യൂളിന് 10 മാർക്സ് നമുക്ക് ITIയുടെ ലാസ്റ്റ് ITI ലെവൽ എക്സാംസ് ആണെങ്കിലും ഡിപ്ലോമ ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും കാണാറുള്ളത് 10 സെക്ഷൻ 10 മാർക്ക്, ഓരോ സെക്ഷനും 10 മാർക്ക് വെച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടോപ്പിക് എന്ന് പറയുന്നത് കമ്പൈൻഡ് ആയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൽ കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ആ 10 സെക്ഷനുകളിൽ ഏറ്റവും എളുപ്പമുള്ള 2 ടോപ്പിക്കുകളാണ് ഫസ്റ്റ് 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ അല്ല എങ്കിൽ, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ഫെമിലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുപോവുക. അതായത് നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം നോക്കുക, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം നോക്കിയതുകൊണ്ട് കാര്യമില്ല. ആ ക്വസ്റ്റ്യൻസ് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ നോക്കിയാൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ആവുള്ളൂ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഫൈനലി എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിലേക്ക് ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ആണ് ആവശ്യം. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂൾ കമ്പൈൻഡ് ആയിട്ട് ഒരു 3 ക്ലാസ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പിക് വൈസ് കറക്റ്റ് ഡിവൈഡ് ചെയ്തല്ല വച്ചേക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മൊഡ്യൂളിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്കുള്ള ഒരു ടോപ്പിക്കാണ് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് റെസിസ്റ്റൻസിന്റെ കളർ കോഡ് അനുസരിച്ച് റെസിസ്റ്റൻസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, വേറെ എന്തെങ്കിലും ടോപ്പിക്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ 3 ക്ലാസ് കൊണ്ട് നമുക്ക് ആ ഫസ്റ്റ് 2 മൊഡ്യൂളിനകത്ത് എന്തെങ്കിലും ടോപ്പിക്സ് പുതിയതായിട്ട് പറയാനുണ്ടെങ്കിൽ അതും, പ്ലസ് ഇത്രയും ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കഷനും, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി is used to identify 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതായിരിക്കും? VI ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി is used to identify. എന്തായാലും നിങ്ങൾ കേട്ട ഒരു കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിന്റെ റിലേറ്റഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 4 ഓപ്ഷനകത്ത് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ പറ. A ആണോ? ആണോ? ഒന്ന് നോക്കിക്കേ, 4 ഓപ്ഷൻസ് നോക്കിക്കോ. ഓൾ ഓഫ് ദി അബോവ് നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. നെറ്റ്വർക്ക് എലമെന്റ് നേച്ചർ, ടൈപ്പ് ഓഫ് ദി എലമെന്റ്, സം ഓഫ് എലമെന്റ്സ്, ഓൾ ഓഫ് ദി അബോവ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ശ്രദ്ധിക്കുക. VI ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നെറ്റ്വർക്ക് തിയറി is used to identify. അതായത് നമുക്കറിയാം VI ക്യാര എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ? ഒരു സർക്യൂട്ട്. ആ സർക്യൂട്ടിനകത്ത് അതിലൂടെ പോകുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റിലൂടെ പോകുന്ന കറണ്ടും ആ എലമെന്റിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്, ഓർ അപ്ലൈഡ് വോൾട്ടേജ്, ആ അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ VI ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ നമ്മൾ പറയാറുള്ളത് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് അതിന്റെ നേച്ചർ ആണ് നമ്മൾ പറയാറുള്ളത്. അല്ലാതെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സം ഓഫ് ദി എലമെന്റ്സ് പറയാൻ നമുക്ക് പറ്റില്ല, അല്ലെ? നമുക്ക് 2 ഓപ്ഷൻ, അതായത് ഏറ്റവും ലാസ്റ്റ് ഒരു ഓൾ ഓഫ് ദി എബോവ് കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
മുകളിൽ കൊടുത്തേക്കുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, നെറ്റ്വർക്ക് എലമെന്റ് നേച്ചർ. അത് ശരിയാണ്. കാരണം ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പല കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ സർക്യൂട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നെറ്റ്വർക്ക് എലമെന്റ് നേച്ചർ ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറയുന്ന കാര്യം ശരിയാണ്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പക്ഷെ നേരിട്ട് ഓപ്ഷൻ എ മാർക്ക് ചെയ്യാൻ പോവരുത്. കാരണം എന്താണ്, ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. സോ ഇനി രണ്ടാമത്തെ കേസ് ബി, ടൈപ്പ് ഓഫ് ദി എലമെന്റ്. ടൈപ്പ് ഓഫ് ദി എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നോക്കിക്കേ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദി എലമെന്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് ദി എലമെന്റ് എന്ന് പറയുന്ന ആൻസർ പാർഷ്യലി കറക്റ്റും ആണ്, പാർഷ്യലി റോങ്ങും ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ദി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റിന്റെ ടൈപ്പ് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷെ അതിന്റെ നേച്ചറിന്റെ ബേസിസിലാണ് ടൈപ്പ് ഓഫ് ദി എലമെന്റ് പറയുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. എന്നാൽ അതേസമയം ആ പർട്ടിക്കുലർ ഇപ്പൊ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാക്ട് ആയിട്ട് ഇന്ന കമ്പോണന്റ് ആണ് അതെന്ന്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയുമില്ല. സോ ഇത് പാർഷ്യലി കറക്റ്റ് ആയിട്ട്, അതായത് 50% ഈ പറയുന്ന ഒരു ഓപ്ഷൻ ടൈപ്പ് ഓഫ് ദി എലമെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സം ഓഫ് ദി എലമെന്റ്സ് ആണ്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സർക്യൂട്ടിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടതുകൊണ്ട്, അതായത് ആ ഒരു ക്യാര മാത്രം കണ്ടുകൊണ്ട് നമുക്ക് സം ഓഫ് ദി എലമെന്റ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടില്ല. അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് എലമെന്റ്സ് ഉണ്ട്, എത്ര എലമെന്റുകൾ ഉണ്ട്, അങ്ങനെയുള്ള കൗണ്ട് കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഈ ഓപ്ഷൻ കംപ്ലീറ്റ്ലി റോങ് ആണ്. അപ്പൊ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്, ഒന്ന് 50% കറക്റ്റ് ആണ്, തേർഡ് ഓപ്ഷൻ കംപ്ലീറ്റ്ലി റോങ് ആണ്. സോ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ആൻസർ ഒരിക്കലും ശരിയാവില്ല. ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, നെറ്റ്വർക്ക് എലമെന്റ് നേച്ചർ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നെറ്റ്വർക്ക് എലമെന്റ്, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എക്സ് ആക്സിസ് ഇസ് പ്ലോട്ടഡ് വിത്ത് ഡാഷ് പാരാമീറ്റർ. അതായത് VI ക്യാര എന്ന് പറയുമ്പോൾ വോൾട്ടേജും ഉണ്ട് കറണ്ടും ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ എക്സ് ആക്സിസിൽ ഏത് പാരാമീറ്റർ ആണ് പ്ലോട്ട് ചെയ്യാറ്, Y ആക്സിസിൽ ഏത് പാരാമീറ്റർ ആണ് പ്ലോട്ട് ചെയ്യാറ്? എക്സ് ആക്സിസിൽ വോൾട്ടേജ്. അപ്പൊ സ്വാഭാവികമായിട്ടും Y ആക്സിസിൽ ഏതായിരിക്കും? കറണ്ട് ആയിരിക്കും അല്ലെ? ഇത് 2 തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്, ഒരു 2016-17 കാലഘട്ടത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് വോൾട്ടേജ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതിന്റെ തന്നെ ഡ്യുവൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, Y ആക്സിസ് ഇസ് പ്ലോട്ടഡ് വിത്ത് വിച്ച് പാരാമീറ്റർ? ഇൻ VI ക്യാര ഓഫ് എ നെറ്റ്വർക്ക് എലമെന്റ് Y ആക്സിസ് ഇസ് പ്ലോട്ടഡ് വിത്ത് കറണ്ട്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a closed path made by several branches of the network is known as. A closed path made by several branches of the network is known as. Loop, node, branch, junction. ഏതാണ്? ലൂപ്പാണ് അല്ലെ? ഇവിടെ നമുക്ക് ക്ലോസ്ഡ് പാത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറപ്പിക്കുക അതെന്തായിരിക്കും? ലൂപ്പായിരിക്കും. ക്ലോസ്ഡ് പാത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറപ്പിക്കുക അത് ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന സാധനം, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് ഒന്നാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ലൂപ്പ്. ക്ലോസ്ഡ് പാത്ത് എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക അത് ലൂപ്പാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി an ideal voltage source should have large value of EMF, small value of EMF, zero source resistance, infinite source resistance. സീറോ സോഴ്സ് റെസിസ്റ്റൻസ്. കാരണം എന്താണ്? നമുക്കറിയാം ലാർജ് വാല്യൂ സ്മോൾ വാല്യൂ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ലാർജ് വാല്യൂ ഉള്ള ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, സ്മോൾ വാല്യൂ ഉള്ള ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവാം. സോ ഒരു വോൾട്ടേജ് സോഴ്സിന്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് എപ്പോഴും എങ്ങനെയായിരിക്കും? സോഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോഴ്സ് റെസിസ്റ്റൻസ് ഷുഡ് ബി 0. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Then a terminal where 3 or more branches meet is known as. A terminal where 3 or more branches meet is known as. നോഡ് ആണല്ലോ, നോഡാണ് അല്ലെ? അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് പാത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ലൂപ്പാണ്. ഒരു
ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നോഡാണ്. നോഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് പറയാറുള്ളത് ജംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, then next question. Kirchhoff's voltage law applies to the circuits with Kirchhoff's voltage law applies to the circuits with non-linear elements only, linear elements only, linear, non-linear, active and passive elements, linear, non-linear, active, passive, time varying as well as time invariant elements. Kirchhoff's voltage law question ശ്രദ്ധിക്കണേ. ഈ കിർച്ചോഫ്സ് വോൾട്ടേജിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാറി മാറി, അതായത് അധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഒരു ഏരിയയാണ് ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കിർച്ചോഫ്സ് കറന്റ് ലോയും. റിപ്പീറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റിനെ ചോദിക്കാറുള്ളൂ, ബാക്കിയെല്ലാം അവര് മാറ്റി മാറ്റി ചോദിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കില്ല. അപ്പൊ ഇത് എപ്പോഴും സാധാരണ രീതിയിൽ കാണാറുള്ള ഒരു ക്വസ്റ്റിനാണ്. അതായത് ഈ രീതിയിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈസ് ടു ദ അല്ലെങ്കിൽ കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈസ് ടു ദ AC സർക്യൂട്ട്സ്, DC സർക്യൂട്ട്സ്, ബോത്ത് AC ആൻഡ് DC, നൺ ഓഫ് ദി അബവ്, അതുപോലെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ലീനിയർ, നോൺ ലീനിയർ, ആക്റ്റീവ്, പാസീവ്, ടൈം വേരിയിങ്, ടൈം ഇൻവേരിയന്റ് എലമെന്റ്സ്, ഇതെന്താ സംഭവം എന്നുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ? ലീനിയർ എന്നൊക്കെ പറഞ്ഞ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നല്ലേ ഇവിടെ ഈ അതായത് വി ഐ ക്യാര ലീനിയർ ആണോ എന്നുള്ളതനുസരിച്ച്. അതൊക്കെ. ബാക്കിയുള്ളതോ? ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. ആക്റ്റീവ് എലമെന്റുകൾ ഉണ്ടല്ലോ മേഡം. ഈ ആക്റ്റീവ് എലമെന്റ്, പാസീവ് എലമെന്റ് തരുമ്പോൾ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അതെ, ആക്റ്റീവ് എന്ന് പറഞ്ഞ സോഴ്സസും വരും. അതെ, ഡയോഡ്. അതെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഞാനത് നമുക്ക് ഈ ടോപ്പിക്കേ നിങ്ങൾ അത് അതിന്റെ ഒന്ന് ഇത് ഷെയർ ചെയ്യാം. അതായത് ലീനിയർ എന്താ, നോൺ ലീനിയർ എന്താ, ആക്റ്റീവ് എന്താ, പാസീവ് എന്താ, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം. അത്രയും പോയിന്റ്സ് മാത്രമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യാം. ഞാനിപ്പോ അത് PPT-യിലേക്ക് ഇട്ടിട്ടില്ല. അപ്പൊ ഇല്ലാതെ ഞാൻ അത് പറയണമെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അങ്ങ് നീങ്ങി പോകും, ഒരുപാട് ലാഗ് ആവും. അത് ആഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് കാണിച്ചു തരാം. ഇവിടെ ആൻസർ ഡി ആണ്. നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ലീനിയർ, നോൺ ലീനിയർ, ആക്റ്റീവ്, പാസീവ്, ടൈം വേരിയിങ്, ടൈം ഇൻവേരിയന്റ്, പിന്നെ ലംബ്ഡ് പാരാമീറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ്. ഇത്രയും 4 ക്ലാസിഫിക്കേഷൻ അറിയണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കിർച്ചോഫ്സ് കറന്റ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട്, അതായത് നെറ്റ്വർക്ക് തിയറംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങാനേ വരുള്ളൂ. ഇനി നമ്മൾ അത് ആ ഒരു ടോപ്പിക് നോക്കാത്തത് കൊണ്ട് അത് കിട്ടാതിരിക്കണ്ട, അത് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയാം. ഇപ്പോ ഇവിടെ നോക്കുക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈസ് ടു ദ സർക്യൂട്ട്സ് വിത്ത് ആ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അതായത് ലീനിയർ, നോൺ ലീനിയർ, ആക്റ്റീവ്, പാസീവ്, ടൈം വേരിയിങ് ആസ് വെൽ ആസ് ടൈം ഇൻവേരിയന്റ് എലമെന്റ്സുകളിൽ KVL ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദെൻ കിർച്ചോഫ്സ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു passive networks only, AC circuits only, DC circuits only, both AC as well as DC circuits. ഇത് ഏതായിരിക്കും? ഡി. അതേലോ, കാരണം നമ്മൾ AC-ക്ക് അകത്തും DC-ക്ക് അകത്തും കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ബോത്ത് AC as well as DC circuits. Next question. A star circuit has an element of resistance R/2. The equivalent delta elements will be. A star circuit has an element of resistance R/2. The equivalent delta elements will be. Star to delta, delta to star ന്റെ കൺവേർഷൻ പഠിച്ചിട്ടുണ്ടോ? സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ, അതായത് റെസിസ്റ്റൻസ് സ്റ്റാർ ഫോർമാറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈക്വലന്റ് ഡെൽറ്റ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നും ഡെൽറ്റയിൽ നിന്ന് ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതിയോ? സി ആണ് ആൻസർ, സി ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ടോപ്പിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക് അതിനൊപ്പം ഡിസ്കസ് ചെയ്ത് പോവാം. ഇതൊരു സ്റ്റാർ കണക്റ്റഡ് ആണ്. ഈ സ്റ്റാർ കണക്റ്റഡിലെ 3 റെസിസ്റ്റൻസ്, ഇതിന്റെ വാല്യൂ സ്റ്റാർ കണക്ഷനിലല്ലേ ന്യൂട്രലുള്ളൂ? അതെ അതെ. നിങ്ങൾ 3 ഫേസിന്റെ സ്റ്റാർ അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. അതായത് 3 ഫേസ് കണക്ഷനകത്ത് സ്റ്റാർ വിത്ത് ന്യൂട്രൽ, സ്റ്റാർ വിത്തൗട്ട്, അതായത് 3 ഫേസ് 4 വയർ സിസ്റ്റം, അതല്ല പറയുന്നത്. ഇത് പറയുന്നത് റെസിസ്റ്റൻസ് സ്റ്റാർ കണക്ഷനും റെസിസ്റ്റൻസിന്റെ ഡെൽറ്റ കണക്ഷനും ആണ് പറയുന്നത്. രണ്ടും കൂടെ മാറിപ്പോവരുതേ.
അത് പഠിച്ചിട്ടില്ല. ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റിൽ നമുക്ക് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാറിന്റെ ഫോർമാറ്റിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് നിങ്ങൾ 3 ഫേസിനകത്ത് പഠിച്ചേക്കുന്ന സ്റ്റാറിന്റെയും ഡെൽറ്റയുടെയും തന്നെ ഷേപ്പ്. അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും അല്ലെ, സ്റ്റാർ ഇങ്ങനെ ഇരിക്കും, ഡെൽറ്റ ഇങ്ങനെ ഇരിക്കും. അപ്പൊ സ്റ്റാറിന്റെ ഫോർമാറ്റിൽ ഇങ്ങനെ 3 റെസിസ്റ്റർ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഈ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഡെൽറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ അറിയാം, ഈക്വലൻ ഡെൽറ്റ കിട്ടണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ചെയ്യണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഞാനിവിടെ വാല്യൂസ് കൊടുക്കുന്നത് ഞാൻ ABC എന്ന ഈ 3 റെസിസ്റ്ററുകൾക്ക് വാല്യൂ കൊടുത്തു, അതായത് റെപ്രസെന്റ് ചെയ്തു. എയുടെ വാല്യൂ R/2, ബിയുടെ വാല്യൂ R/2, സിയുടെ വാല്യൂ R/2. എനിക്ക് വേണ്ടത് ഈ എയും ബിയും തമ്മിൽ, അതായത് നമ്മളിവിടെ ചെയ്യണത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറിന്റെ കറസ്പോണ്ടിങ് ഡെൽറ്റയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വരച്ചേക്കുന്ന ഡെൽറ്റയെ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിന്റെ ഔട്ട് സൈഡ് ഇത് ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ 3 എണ്ണം കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഈ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് എയും ബിയും തമ്മിലുള്ള ആ 2 റെസിസ്റ്റർ, അതായത് സ്റ്റാർ കണക്ടറിന്റെ 2 ആംസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റർ, ഇതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതിനെ ഞാൻ X എന്ന് റെപ്രസെന്റ് ചെയ്തു, ഇതിനെ Y എന്ന് റെപ്രസെന്റ് ചെയ്തു, ഇതിനെ Z എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ, അതായത് എക്സ് വൈ ഇസഡ്, ഇത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ, ഈ പർട്ടിക്കുലർ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അൺനോൺ വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ്, ഈ എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോൺ വാല്യൂസ് ആയിട്ടുള്ള ABC, ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വരുന്നത് ഈ 3 നോൺ വാല്യൂസിനെ 2 എണ്ണം വെച്ചുള്ള പെയറുകളാക്കുക, ആ പ്രൊഡക്റ്റിന്റെ സം എഴുതുക. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB പ്ലസ് BC പ്ലസ് AC ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? AB പ്ലസ് BC പ്ലസ് CA പ്ലസ് ഡിവൈഡഡ് ബൈ C എന്ന് വരും. അതായത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർഷൻ ചെയ്യണമെങ്കിൽ, അറിയാവുന്ന നോൺ വാല്യൂസിന്റെ പെയറുകളുടെ അതായത് 2 എണ്ണം വെച്ചുള്ള പെയേഴ്സ്, അതിന്റെ പ്രൊഡക്റ്റിന്റെ സം എടുക്കുക. സോ ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് ABC എന്ന് പറയുന്ന നോൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് A × B പ്ലസ് B × C പ്ലസ് C × A ഡിവൈഡഡ് ബൈ ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന റെസിസ്റ്റർ, അഥവാ എക്സുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ലാതെ നിൽക്കുന്ന റെസിസ്റ്ററിനെ ഡിനോമിനേറ്ററിൽ വരും. അതായത് എക്സുമായിട്ട് റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എക്സ് നിൽക്കുന്നത് എവിടെയാണ്? എയുടെയും ബിയുടെ എൻഡിലാണ് എക്സ് നിൽക്കുന്നത്. സിയുമായിട്ട് എക്സിന് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ AB പ്ലസ് BC പ്ലസ് AC ഡിവൈഡഡ് ബൈ C എന്ന് വരും. സിമിലർലി അപ്പൊ വൈക്ക് ഉള്ള ഇക്വേഷൻ എങ്ങനെ വരും? വൈയുടെ ഇക്വേഷൻ എങ്ങനെ വരും? AB പ്ലസ് BC പ്ലസ് AC ബൈ A. അത് തന്നെ, AB പ്ലസ് BC പ്ലസ് AC ഡിവൈഡഡ് ബൈ A വരും അല്ലെ. അതായത് വൈയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന, വൈയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഏതാണ്? A ആണ്. സോ A വരും ഡിനോമിനേറ്ററിൽ. ഇനി അടുത്ത ഇസഡ് വരുമ്പോ എന്ത് വരും? AB പ്ലസ് BC പ്ലസ് AC ഡിവൈഡഡ് ബൈ B വരും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായി. ഇനി ഒരു കാര്യം എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ കണ്ടുപിടിക്കാം. ഇനി ഈ പറയുന്ന സ്റ്റാർ ഡിഫറെന്റ് വാല്യൂസ്, ഇവിടെ A B C എന്ന് പറയുന്നത് 3 വാല്യൂ ആണെങ്കിൽ
അതായത് ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് ഡെൽറ്റ കണ്ടുപിടിക്കും. സപ്പോസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണെങ്കിൽ എയും ബിയും സിയും സെയിം വാല്യൂ ആണെങ്കിൽ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ ആക്കുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആയിരിക്കും സംഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റാർ അതായത് ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യണം. എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഒരു ഡിഫറൻസും, അതായത് യാതൊരു റിലേഷനും ഇല്ലാത്ത ആളെ വെച്ച് ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്യുക. ഇനി അതല്ല എ ബി സി എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂസ് ആണ്, സെയിം വാല്യൂസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയാക്കാൻ സ്റ്റാർ ഈക്വൽ വാല്യൂ ഉള്ള സ്റ്റാറിൽ നിന്ന് ഈക്വൽ വാല്യൂ ഉള്ള ഒരു ഡെൽറ്റ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ദി വാല്യൂ ഓഫ് ദി റെസിസ്റ്റർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, സ്റ്റാർ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 എന്നാണ് തന്നേക്കുന്നത്. ഇത് R/2 ആണെങ്കിൽ ഇവിടെ വരുന്ന ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 3R/2 ആണ്. ഇനി നിങ്ങൾക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്, മൂന്നും സെയിം ആണ്. അതിനെ ഞാൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്നുള്ളതിനെ ഞാൻ ജനറലി ഞാൻ പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. പി വാല്യൂ ഓഫ് റെസിസ്റ്റർ ആണ് ഈ 3 എണ്ണത്തിനും ഉള്ളതെന്ന് വിചാരിക്കാം. സോ അപ്പൊ എന്ത് വരും? എക്സിന്റെ വാല്യൂ എന്ത് വരും? എ ഇൻറ്റു ബി, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ പി ആണ്. സോ ഇതെന്ത് വരും? എ ഇൻറ്റു ബി എന്ന് പറയുന്നത് പി ഇൻറ്റു പി, അതായത് പി സ്ക്വയർ. ഇതും പി സ്ക്വയർ, മൂന്നാമത്തെ ടേമും പി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ എന്താ വരിക? പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എന്ന് വരും. അതായത് സെയിം വാല്യൂ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സെയിം വാല്യൂ വരുമ്പോൾ എന്തുകൊണ്ട് 3 ടൈംസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാ പറയുന്നത്. അപ്പൊ എന്ത് വരും ഇവിടെ? എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3p ആയിട്ട് മാറും. കാരണം എന്താ? 3p സ്ക്വയർ ബൈ പി എന്ന് വരും. 3p സ്ക്വയർ ബൈ പി എന്നുള്ള സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3p എന്ന് കിട്ടും. അതായത് ഈക്വൽ വാല്യൂ ഉള്ള സ്റ്റാർ ആണെങ്കിൽ അതിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 ടൈംസ് മൾട്ടിപ്ലൈഡ് വിത്ത് 3 ടൈംസ് ആയിട്ട് അത് മാറും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഒരു തവണ ചോദിച്ചത് ഒരിക്കലും നിങ്ങൾ പ്രോബ്ലം എഴുതി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈക്വൽ വാല്യൂ ഉള്ള സ്റ്റാറിന് ഈക്വൽ വാല്യൂ ഉള്ള ഡെൽറ്റയിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ടൈംസ് ആണെന്നുള്ള പോയിന്റ്, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചത്. എ സ്റ്റാർ സർക്യൂട്ട് ഹാസ് ആൻ എലമെന്റ് ഓഫ് റെസിസ്റ്റൻസ് R/2. ദ ഇക്വലന്റ് ഡെൽറ്റ എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർ സർക്യൂട്ട് വിത്ത് ഈക്വൽ റെസിസ്റ്റൻസ് R/2 ആണ്. സോ 3 ഇൻറ്റു R/2 ഉള്ള ഡെൽറ്റ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇനി ഇത് ഓർത്തിരിക്കാൻ എളുപ്പം, സ്റ്റാർ എവിടെയാണ് കിടക്കുന്നത്? സ്റ്റാർ ഇൻസൈഡ് ആണ് കിടക്കുന്നത്. സോ ഇൻസൈഡ് കിടക്കുന്ന സ്റ്റാർ ഔട്ട്സൈഡ് പോകണമെങ്കിൽ, അതായത് ഡെൽറ്റ എന്ന് പറയുന്നതിന്റെ ഉള്ളിലാണല്ലോ സ്റ്റാർ വരയ്ക്കുന്നത്. ഡെൽറ്റയുടെ അകത്ത് നമ്മൾ സ്റ്റാറിനെ സാധാരണ രീതിയിൽ വരയ്ക്കും. അതായത് ഉള്ളിൽ കിടക്കുന്ന ചെറിയ വാല്യൂ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ടൈംസ് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒപ്പമുള്ള ഇതിന്റെ ഡ്യുവൽ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരിക്കും? 3 ഈക്വൽ വാല്യൂ ഉള്ള ഡെൽറ്റ ആണെങ്കിൽ അതിന്റെ ഈക്വലന്റ് സ്റ്റാർ എന്താണെന്നുള്ളത്. അത് ഇതിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് വരും. അതായത് 3 ഈക്വൽ വാല്യൂ ഉള്ള ഒരു ഡെൽറ്റ സർക്യൂട്ട് ആണെങ്കിൽ അതിന്റെ ഈക്വലന്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് വരുവാണെങ്കിൽ അത് 1/3 ടൈംസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. പറഞ്ഞത് ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ? മാഡം 1/3 മാത്രമായിട്ട് വരുന്നോ? അത് പറയാം. ഞാൻ അതിന്റെ ഇക്വേഷനോട് എഴുതിയിട്ട് പറയാം. ഇപ്പൊ സ്റ്റാർ പറഞ്ഞെടുത്തോളം ക്ലിയർ ആണോ? അതായത് സ്റ്റാറിൽ നിന്ന് എങ്ങനെ ഡെൽറ്റ, അതായത് ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ സെയിം വാല്യൂ ആണെങ്കിൽ എന്ത് ചേഞ്ചാ വരുന്നത്? 3 ടൈംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് എന്താണോ സ്റ്റാറിലെ എലമെന്റ് അതേ ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഡെൽറ്റ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇനി നമ്മളോട് തിരിച്ച് ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ തിരിച്ചാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സ്റ്റാർ കണ്ടുപിടിക്കണം. അപ്പൊ ഡെൽറ്റ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഇനി ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. തിരിച്ചു പറയുവാണ്. ഇത് ഇത് ഇവിടെ ഇത് Y, ഇത് Z. അതായത് ഇവിടുത്തെ നോൺ വാല്യൂ എന്ന് പറയുന്നത് ABC എനിക്കറിയാം. ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് X, Y, Z. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ X, Y, Z കണ്ടുപിടിക്കാൻ ഇതിന് വേറെ രീതിയാണ്.
എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എക്സ് എന്ന് പറയുന്നതാണ് ബി എലമെന്റ് ആണ്, എ ബി സി നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത്, അതായത് ഈ എക്സ് കണക്ട് ചെയ്തേക്കുന്ന പോയിന്റ് നോക്കുക, ഈ കോർണറിൽ നിന്ന് പോയേക്കുന്ന രണ്ടാൾക്കാർ, അഥവാ എക്സിന്റെ നെയ്ബറിംഗ് ആയിട്ട് കിടക്കുന്ന, നെയ്ബർ ആയിട്ട് കിടക്കുന്ന രണ്ടുപേര്, അവരാരൊക്കെയാണ്? എക്സിൽ നിന്ന് പോയേക്കുന്ന രണ്ടുപേരായിരിക്കുമല്ലോ എക്സിന്റെ നെയ്ബർ. അപ്പൊ എക്സ് എന്ന് പറയുന്ന കണക്ട് ചെയ്തേക്കുന്ന ആ കോർണറിൽ നിന്ന് തന്നെ പോയേക്കുന്ന രണ്ടുപേര്, അവരുടെ പ്രൊഡക്റ്റ് എ ഇൻറ്റു സി, എ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി. മനസ്സിലായോ? പറഞ്ഞ ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ വൈ എന്ത് വരും? വൈയുടെ നെയ്ബർ ആരാ? ബി ഇൻറ്റു സി ആണല്ലോ, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി. സിമിലർലി ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി. ക്ലിയർ ആയോ? അപ്പോ നെയ്ബർ കേട്ടില്ല പറഞ്ഞോ. ഇത് ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിലല്ലേ മേഡം? ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യണം. ഇനി സെയിം വാല്യൂ ആണെന്ന് വിചാരിക്കാം, എ ബി സിയുടെ വാല്യൂ സെയിം ആണെന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എ ബി സി എന്ന് പറയുന്നത് മൂന്നും ഒരേ വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഞാൻ അതിന് പി എന്ന് കൊടുക്കുന്നു, ജനറലി പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരുന്ന ആലോചിച്ച് നോക്കിയേ, എക്സ് ഈക്വൽ ടു എയും സിയും പി തന്നെയാണ്, സോ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി പ്ലസ് പി പ്ലസ് പി എന്ന് പറഞ്ഞാൽ 3p ആണല്ലോ. അപ്പൊ എന്ത് വരും? പി ബൈ 3 ആണല്ലോ അല്ലെ? എന്ന് പറഞ്ഞ എന്താ? ഈക്വൽ വാല്യൂ ഉള്ള ഡെൽറ്റയെന്ന് ഈക്വൽ വാല്യൂ ഉള്ള സ്റ്റാറിലേക്ക് വരുമ്പോ ഡെൽറ്റയുടെ വാല്യൂ എത്രയാണോ അതിനെ 1/3 ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്റ്റാർ. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഡെൽറ്റ ഇതാണ് നമ്മുടെ ഡെൽറ്റയാണ് ഔട്ട്സൈഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഔട്ട്സൈഡ് വരയ്ക്കുന്ന സാധനം ഡെൽറ്റ, ഇൻസൈഡ് ആണ് സ്റ്റാർ വരയ്ക്കുന്നത്. ഔട്ട്സൈഡ് കിടക്കുന്ന ഡെൽറ്റ, ആ ഡെൽറ്റയിൽ നിന്ന് ഇൻസൈഡ് പോരാൻ വേണ്ടിയിട്ട്, അതായത് ഉള്ളിലുള്ള സ്റ്റാറിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1/3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ വാല്യൂ ആണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. അകത്ത് ഔട്ട്സൈഡ് കിടക്കുന്ന ആള് വലിയ ആളാണ്, എക്സ്റ്റേണൽ കിടക്കുന്ന ആള് ഹ്യൂജ് സൈസുള്ള ബിഗ് സൈസുള്ള ആളെന്ന് സ്മോൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അഥവാ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക, കുറയ്ക്കുക. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കുറയൂലോ. സോ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണെങ്കിൽ ഡിവിഷൻ, ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആണെങ്കിൽ, അഥവാ സ്റ്റാറിന്ന് ഡെൽറ്റ ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് വിത്ത് 3. ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷൻ കാണുമ്പോൾ എപ്പോഴും 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിപ്പോ സ്റ്റാർ ടു ഡെൽറ്റ ആണെങ്കിലും ഡെൽറ്റ ടു സ്റ്റാർ ആണെങ്കിലും, ഒന്ന് ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ 3 ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് മാറി പോകുന്ന ഒരു കാര്യമാണ്, സ്റ്റാർ ടു ഡെൽറ്റയിലാണോ ഡെൽറ്റ ടു സ്റ്റാറിലാണോ ബൈ 3 വരുന്നത്, മൾട്ടിപ്ലൈഡ് വിത്ത് 3 വരണ ഏതിലാണെന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പൊ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെൽറ്റ എന്ന് പറയുന്നതാണ് ബിഗ് ആയിട്ടുള്ള ആള്, വലിയ ആള്. ആ ഡെൽറ്റയുടെ ഉള്ളിലാണ് സ്റ്റാറിന് വരയ്ക്കണേ. അപ്പൊ ഡെൽറ്റയെ സ്റ്റാർ ആക്കാനാണെങ്കിൽ, വലുതീന്ന് ചെറുതിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. സോ ബൈ 3 വെച്ച്, അഥവാ 1/3 വെച്ച് ചെയ്താലാണ് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആവുള്ളൂ. സോ നമുക്ക് എന്താ സംഭവിക്കാം? ഡെൽറ്റ ടു സ്റ്റാർ ആക്കണമെങ്കിൽ അവിടെ 1/3 വേണം, വലുതീന്ന് ചെറുത്. കാരണം ഡെൽറ്റയുടെ ഉള്ളിൽ നമുക്ക് സ്റ്റാറിനെ വരയ്ക്കാൻ പറ്റും, ആ 3 കോർണർ കണക്ട് ചെയ്ത്. ഇനി അതേസമയം സ്റ്റാർ ഉള്ളിലിരിക്കുന്ന ആളാ അല്ലെ, ആ സ്റ്റാറിനെ നമുക്ക് ഡെൽറ്റ ആക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്റ്റാർ എന്ന് പറയുന്നത് ഡെൽറ്റയുടെ അകത്താണ് നമ്മൾ വരയ്ക്കുന്നത്. സോ സ്റ്റാർ ചെറുതാണ്, അപ്പൊ ചെറിയ സ്റ്റാറിൽ നിന്ന് വലിയ ഡെൽറ്റ കിട്ടണം. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരാറുള്ള ഒരു കേസാണ്. ഓപ്ഷനകത്ത് 2 ക്വസ്റ്റ്യനും, അതായത് ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഇൻറ്റു 3 വെക്കുമ്പോൾ ചെയ്യുന്നതും കിട്ടുന്നതും, രണ്ടാമത്തത് ബൈ 3 വരുമ്പോൾ ഉള്ള ഓപ്ഷനും ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനിൽ 3 ഈക്വൽ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് ഫോം എ സ്റ്റാർ സർക്യൂട്ട്, ദ ഇക്വലന്റ് ഡെൽറ്റ എന്നാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്ത് വരും? സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ ആക്കുമ്പോൾ ഇക്വലന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറുതിൽ നിന്ന് വലുത്. എന്ത് വരും? ഇൻറ്റു 3. ഇനി ഡെൽറ്റന്ന് സ്റ്റാർ ആണെങ്കിലോ 1/3.
വൺ ബൈ ടു. ഇപ്പൊ കുറച്ചായിട്ട് ഈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഈക്വൽ വാല്യൂവിന്റെ കേസേ ചോദിക്കുള്ളൂ, അല്ലാതെ അൺഈക്വൽ ആയിട്ടുള്ള കേസ് ചോദിക്കാറില്ല. കാരണം അൺഈക്വൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്ത് ഇക്വേഷനകത്ത് വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യണ്ടേ, അതൊന്നും ചോദിക്കാറില്ല. ഈ 2 പോയിന്റ് മാത്രം ഓർത്തിരിക്കുക, ബൈ 3m ഇൻറ്റു 3m, ആ 2 കേസുകൾ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി ഇതിന്റെ നോട്ട്സും ഇക്വേഷനും വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ മറ്റേ നമ്മുടെ ലീനിയർ നോൺ ലീനിയർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ 2 സർക്യൂട്ടും അതിന്റെ താഴെ ആ ഇക്വേഷൻസും കൂടെ കൂടിയുള്ള സ്ലൈഡ് അതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതി വെച്ചേക്കണ വെച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അത് ഇക്വേഷനും കൂടെ കൂടിയുള്ള നോട്ട്സ് ഇട്ട് തന്നേക്കാം, PPT-ക്കകത്ത് ആഡ് ചെയ്തേക്കാം. അത് നോക്കിയാൽ മതി ഇക്വേഷൻ വെച്ച് എങ്ങനെയാ വരണേന്നുള്ളത്. ഓക്കെ.